സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആഗോള സഭയിലൂടെ നാം വീണ്ടും ഈശോയുടെ ആ രാജ്യത്വ തിരുനാളിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. രാജാതിരാജനാണ് അവൻ, കർത്താതി കർത്താവാണ്, സകലത്തിൻ്റെയും അധിപനാണ്. രാജാക്കന്മാരെ ഭൂമിയിൽ നിയമിക്കുന്നതും മാറ്റുന്നതും അവൻ മാത്രമാണ്. ഭരണകൂടങ്ങളെയും ഭരണകർത്താക്കളെയും മാറ്റുന്നത് അവൻ മാത്രമാണ്. ആ കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതം അടിയറവയ്ക്കുക. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെതായ ആനന്ദത്തിൽ നമുക്ക് വേണേൽ ആയിരിക്കാം. താൽക്കാലികമാണ്, വെറും ക്ഷണികമാണ് ലോകത്തിൻ്റെ ആനന്ദം. നിങ്ങൾ ദൈവത്തിൽ ആനന്ദിക്കുവിൻ. ഇതാണ് തിരുസഭയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വെളിപ്പെടുത്തലാണ്. ഇന്ന് ഒന്നാമത്തെ വായന ആഗോള സഭയിൽ എഫേസ്യരുടെ ലേഖനം തുടരുകയാണ്. അവിടെ പൗലോസ്ലീഹ പറയാണ്, യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ആ സ്നേഹം അത് നിങ്ങളൊന്ന് ധ്യാനിക്കണം. അതേക്കുറിച്ച് യേശുക്രിസ്തുവിലുള്ള യേശുവിൻ നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആനന്ദം നിറയുക. നമ്മുടെ ജീവിതത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും സാത്താൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിട്ടിരിക്കുന്നതായിട്ടുള്ള രോഗങ്ങളും തകർച്ചകളും അസ്വസ്ഥതകളും കുടുംബ പ്രശ്നങ്ങളും പരസ്പരമുള്ള വഴക്കുകളും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നടന്നാൽ ലോകത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകുന്നില്ല. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നടന്നാൽ സമാധാനം ഉണ്ടാകുന്നില്ല. നമ്മൾ ദൈവ സ്നേഹത്തെക്കുറിച്ച് പരസ്പരം പറയണം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് പരസ്പരം പറയണം. നമ്മൾ ശാന്തമാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, അല്ലേ? അതാണ് ദൈവം. എത്ര കുറവുള്ളവരാണെങ്കിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കും. ദൈവം പലപ്പോഴും ദൈവസ്നേഹം അറിയാത്തത് കൊണ്ടാണ് ഈ ഭൂമിയിലെ സകല ദൈവത്തിൽ ആനന്ദിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മറ്റു പലതിലും ആനന്ദിക്കാൻ, മദ്യത്തിലോ മയക്കുമരുന്നിലോ സമ്പത്തിലോ ഒക്കെ ആനന്ദിക്കാനായിട്ടുള്ള പ്രേരണ ഉണ്ടാകുന്നത്. യഥാർത്ഥമായ ആനന്ദം, അല്ലെങ്കിൽ യേശു പറഞ്ഞില്ലേ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. യഥാർത്ഥമായ സമാധാനം, നിലനിൽക്കുന്ന സമാധാനം, അത് യേശു നൽകുന്നതാണ്, ദൈവം നൽകുന്നതാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ എന്തുമാത്രമാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്, അല്ലേ? ദൈവം നമ്മളെ സ്നേഹിച്ചതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് സ്നേഹം ഉണ്ടാകുക. നമ്മളത് അറിയണം. പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടില്ല. അതിനാണ് നമ്മളെ വചന പ്രഘോഷണം, സുവിശേഷ പ്രഘോഷണം എന്നൊക്കെ പറയുന്നത്. എന്താ? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഓരോരുത്തരോടും പറയാനായിട്ട്. പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. സ്വർഗത്തിലും എഫേസോസിലും 3-ാമത്തെ അധ്യായം 14 വായന ഇങ്ങനെയാണ് പറയുക, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് എൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും. എന്ന് പറയുമ്പോൾ ഇതിനർത്ഥം ഹൃദയത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാന്ന്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് നടക്കുന്നത്. അല്ല ചുമ്മാ അതിനും കൊണ്ടും അല്ലെങ്കിൽ പുറമേ ഇങ്ങനെ സ്നേഹം നടിക്കുന്നൊക്കെ ഉള്ളു. യഥാർത്ഥമായ നമ്മുടെ സ്നേഹം ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആകട്ടെ എന്നാണ് ഒന്നാമത്തെ കൽപ്പന. നമ്മളുടെ ഈ ഹൃദയത്തിൽ നിന്നുള്ള ദൈവത്തെ നമ്മൾ സ്നേഹിക്കുക. എന്നിട്ട് അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയാണ്, ആ വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും, അതുപോലെ നമ്മുടെ ഉള്ളിൽ പൂർണ്ണ ഹൃദയത്തോടെ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന, നമ്മൾ പാപികളായിരിക്കെ നമ്മളെ ഇതുപോലെ പാപികളായ നമ്മളുടെ സകല പാപങ്ങളുടെ ഉത്തരവാദിത്വം തൻ്റെ ചുമലിൽ കുരിശായി വഹിച്ചുകൊണ്ട് അടികളായി ഏറ്റുകൊണ്ട് നമ്മളോട് കരുണ കാണിച്ച് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, യേശു ഇങ്ങനെ കുരിശിൽ മനുഷ്യവർഗത്തിനു വേണ്ടി മരിച്ചു എന്ന് പറയാൻ എളുപ്പമാണ്. എന്നാൽ യേശു എനിക്ക് വേണ്ടിയാണ്, പാപിയായ എനിക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് എന്ന്
ചങ്കിൽ കൈവച്ചെന്ന് പറയുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം. നമ്മൾ സാധാരണ ഇങ്ങനെ വിശ്വാസ പ്രമാണമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ, പൊതുവായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകണം. നമ്മളവനെ ഹൃദയത്തിൽ സ്വന്തമാക്കണം. പൗലോസ് പറഞ്ഞു, അവനെ ഹൃദയത്തിൽ നമ്മൾ പൂജിക്കണം. അവൻ എനിക്ക് വേണ്ടിയാണ്. ഈ ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നുവെങ്കിൽ, അങ്ങനെ സംഭവം സാധ്യമല്ല. എന്നാൽ പോലും ചിന്തിക്കണം, ഈ ലോകത്തിൽ ഞാനും എൻ്റെ കുടുംബവും മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് യേശു ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളെ ദൈവസ്നേഹത്തിൻ്റെ പങ്കാളികളാക്കാൻ വേണ്ടിയാണ് യേശു ഞങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം. അപ്പം പൗലോസ് വീണ്ടും പറയാണ്, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി. അല്ലെ, ഈ സസ്യം മരം അല്ലേ, മരം നിൽക്കുന്നത് സ്നേഹത്തിൽ വേരുപാകിയാണ്. ഇന്ന് ഇല്ലിനോയ് സ്റ്റേറ്റിന് വേണ്ടി ഷിക്കാഗോയിൽ നിന്നും പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ആരംഭിച്ചപ്പോൾ മേരി ജേക്കബ്, നമ്മളിന്ന് പ്രത്യേകം ഓർക്കണം, പടയപ്പറമ്പിൽ തങ്കച്ചൻ്റെ അമ്മച്ചിയുടെ ഫ്യൂണറൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏലിയാമ്മ മത്തായി ആ അമ്മച്ചിയെ ഓർത്ത് നന്ദി പറയും ഈശോയുടെ ദൈവസ്നേഹത്തിൽ. അപ്പോൾ നമ്മളുടെ പരസ്പരമായ സ്നേഹം നമ്മളുടെ ഒന്നാമത്തെ സങ്കീർത്തനത്തിലൂടെ നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇരകൊഴിയാത്ത വൃക്ഷം പോലെയാണ് അവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കും എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ചെടിക്കൊരു ഗുണമുണ്ട്. വെച്ചാൽ അതിൻ്റെ എവിടെ വെള്ളമുണ്ടോ അല്ലേ, എവിടെ വെള്ളമുണ്ട് അതിലേക്ക് അങ്ങ് വേരുകൾ പായുകയാണ്. പലപ്പോഴും ബുദ്ധിമുട്ടാണ്. നമ്മുടെയൊക്കെ ന്യൂയോർക്കിലൊക്കെ ആയിരിക്കും ഓർക്കുന്നുണ്ട്, നമ്മുടെ ഡ്രെയിനേജ് ലൈനിലേക്കൊക്കെ വേര് വന്ന് കയറിയിട്ട് അതൊക്കെ പൊട്ടി അതൊക്കെ ഫിക്സ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം വെള്ളം വേനൽക്കാലത്ത് ഈ ഡ്രെയിനേജ് പൈപ്പിലൂടെ ഒക്കെ അത് ടോയ്ലറ്റിൻ്റെ അതിലേക്ക് വെള്ളം ഉള്ളത് കൊണ്ട് മരത്തിൻ്റെ വേരുകൾ വെള്ളത്തിന് വേണ്ടി വേരുകൾ പായിക്കുകയാണ്. എവിടെയൊക്കെ വെള്ളമുണ്ട് അവിടേക്ക് വേര് പോവുകയാണ്. അപ്പം നീർച്ചാൽ എന്ന് പറയുമ്പം ആ വെള്ളത്തിന് വേണ്ടി മരം ആഗ്രഹിക്കുകയാണ്. വെള്ളത്തിന് വേണ്ടി മാൻ ദാഹിക്കുന്നു എന്നാണ് സംഗീതം 42 പറഞ്ഞത്, നീർത്തോടിനാ ദാഹിക്കുന്ന മാൻപേടയെ പോലെ. അപ്പൊ നമ്മളുടെ വേര്, പൗലോസ് പറയുന്നത് വേരുവാകുന്ന എങ്ങോട്ടാ? സ്നേഹത്തിലേക്ക് വേരുവാകണം എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹത്തിൽ വേരുറപ്പിക്കണം. ലോകത്തിന്റെ പണമോ പ്രതാപമോ പ്രശസ്തിയോ മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ വെറുപ്പോ വിദ്വേഷമോ അതിലൊന്നുമല്ല നമ്മൾ വേരുറയ്ക്കാൻ. അവിടെ വേരുറയ്ക്കാൻ പറ്റില്ല. അവിടെ നമുക്കറിയാം, പാറപ്പുറത്ത് വീട് പണിതുപോലെയാണ്. അല്ലെ, പാറപ്പുറത്ത് വീണ ഒരു വിത്ത്, മുൾച്ചെടികൾക്കിടയിൽ വീണ ഒരു വിത്ത് എന്നൊക്കെ ഈശോ പറഞ്ഞതും അതിൻ്റെ ഭാഗമായിട്ടാണ്. ആഴമുള്ള മണ്ണിൽ, ഇളകിയ മണ്ണിൽ നമ്മൾ സ്നേഹത്തിലേക്ക് പരസ്പരം സ്നേഹിക്കണം. നമ്മളുടെ വേര് പരസ്പരം അല്ലേ, നല്ല വേരുള്ള മരമാണെങ്കിൽ അത് കാറ്റ് വന്നാലൊന്നും മറിഞ്ഞു വീഴത്തില്ല. പക്ഷെ നമ്മുടെ പനയും തെങ്ങും ഒക്കെ അതിന് ചെറിയ വേരുകളാണ്, പക്ഷെ ഇതിങ്ങനെ മണ്ണിലേക്ക് അത് ആഴത്തിൽ ചെറിയൊരു വേരുകളാണ്. ഇതുമാത്രം വേരുകളാണ് മണ്ണിലേക്ക് അറിഞ്ഞുകൊണ്ട് നല്ല സ്ട്രോങ് ആണ്. ഫ്ലോറിഡയിലൊക്കെ ഈ കാറ്റൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നട്ടുപിടിപ്പിക്കുന്ന പാം ട്രീസ് ആണ് ഇവിടെയൊക്കെ. കാരണം പെട്ടെന്ന് മറ്റേ മരത്തിന് വലിയ വേര് കാണും, പക്ഷെ അവിടെ മഴ പെയ്ത് വെള്ളം മണ്ണ് കുതിരുമ്പോൾ കുറേ വേരുണ്ടെങ്കിൽ അതങ്ങ് പോകും. പക്ഷേ ഈ ചെറിയ ചെറിയ വേരുകൾ ആഴത്തിലേക്കൊക്കെ അങ്ങ് വർദ്ധിക്കുമ്പോൾ എത്ര നനഞ്ഞാലും മണ്ണ് നനഞ്ഞാലും വേര്. ഞാനത് പറഞ്ഞു വരുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ആയിരിക്കട്ടെ നമ്മളുടെ നിലനിൽപ്പ്. പണത്തിലോ പ്രതാപത്തിലോ മറ്റുള്ളവരെക്കാൾ വലിയ വ്യക്തിയായി തീരണമെന്നുള്ള ചിന്ത അതൊക്കെ നമ്മളെ തകർത്ത് കളയും. അതൊന്നും. അപ്പം സ്നേഹം കൊണ്ട് വേരുമാണ്. സ്നേഹമാണ് ദൈവം അല്ലേ, നമുക്കറിയാം. എപ്പോഴും ചിന്തിച്ചാണ് യോഹന്നാൻ ശ്രീ പറഞ്ഞല്ലോ, 1 യോഹന്നാൻ 4:8 4:14 ദൈവം സ്നേഹമാണ്. അപ്പൊ നമ്മൾ ഈ ആറ്റരികത്തിലാട്ട വൃക്ഷം വെള്ളത്തിലേക്ക് വേരുവായിക്കുന്ന പോലെ നമ്മൾ ഈ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കണം, ദൈവ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കണം. അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ദൈവ സ്നേഹത്തിലേക്ക് നമ്മൾ വേരുവായിക്കണം. നമ്മുടെ വേരുകൾ ദൈവസ്നേഹത്തിലേക്ക്. ഇതിന് പൗലോസ് പറയുകയാണ്, അത് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ ഇന്നത്തെ വായനയാണ്, എല്ലാ വിശുദ്ധരോടുമൊപ്പം. ഈ ഭൂമിയിൽ വിശുദ്ധരായിട്ട് നിൽക്കുന്നവരൊക്കെ ഇതുപോലെ പാപത്തിനെതിരെ സമരം ചെയ്ത് മറിഞ്ഞു വീണില്ല. അവർ പാപം ചെയ്ത് മറിഞ്ഞു വീണില്ല. കാരണം അവരുടെ വേര് മുഴുവനും, അവരുടെ ഹൃദയം അടിസ്ഥാനം മുഴുവനും ദൈവസ്നേഹത്തിലേക്ക് പരസ്നേഹത്തിലേക്ക് വേരുറപ്പിച്ചിരിക്കുകയാണ്.
ആരോടും വെറുപ്പില്ല. ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നിനക്ക് ചിന്തിച്ച പോലെ പരസ്പരം സാത്താൻ നമ്മളെ കൊണ്ട് ചിന്ത അവരെന്നെ സ്നേഹിക്കുന്നില്ല, അവരുടെ സ്വന്തം കാര്യം ഇല്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ ആരും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സംഗീതം 27, അപ്പനും അമ്മയും എന്നെ മറന്നാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. യോഹന്നാൻ 14:18. എബ്രായർ 13 പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. മറ്റു പലരും പറയും, നിന്നെ എനിക്ക് ഇഷ്ടമല്ല, നീയാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ കർത്താവ് പറയാൻ, ഞാൻ നിന്നെ ഒരു വിധത്തിലും എന്ന് പറഞ്ഞാൽ നീ ഏറ്റവും വലിയ പാപിയായിരിക്കാം, ലോകം മുഴുവൻ വെറുക്കുന്ന വ്യക്തിയായിരിക്കാം, എന്നാലും കുഞ്ഞെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നോക്കണം, ആ ഒരു ചിന്തയാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ, ആ ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമുക്ക് ഈ ഭൂമിയിൽ പിടിച്ചു നിൽക്കാനുള്ള നിനക്ക് ചിന്തിച്ച പ്രത്യാശ നൽകുന്നു. അങ്ങനെയാണ് അനേക വിശുദ്ധര് പറയണം. അനേക വിശുദ്ധരോടൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രമാത്രമാണ്. നമ്മൾ എത്ര പിടിച്ച് അല്ലെ ആരില്ല എവിടെയെല്ലാം മറിച്ചിട്ടാലും മറിച്ചു വീഴാത്ത രീതിയിൽ അത്രമാത്രം ആഴത്തിലാണ് ക്രിസ്തു. നമ്മൾ ക്രിസ്തുവുമായൊരു ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ, അവരിലേക്ക് വേരുപാകുകയാണെങ്കിൽ, അത് നമ്മൾ ചിന്തിക്കുന്നില്ല. ക്രിസ്തുവിന്റെ വിശുദ്ധരോടൊപ്പം നമ്മളും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്ന് പറയുമ്പോൾ, ഈ ലോകത്തിൽ നമുക്ക് പണമോ പ്രതാപമോ പ്രശസ്തിയോ പേരോ കുടുംബ മഹിമയോ ഉള്ള അതൊക്കെ തരുന്ന ഒരു ശക്തിയുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പിൻബലമുണ്ടല്ലോ. അതിനേക്കാളും ശക്തമാണ് ഈ ക്രിസ്തുവിന്റെ സ്നേഹം. അതിൻ്റെ ഉയരവും നീളവും വീതിയും ആഴവും ശക്തിയും ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ ലോകത്തിന്റെ പറമ്പോ പണമോ വേറെ ഒന്നിനും ആശ്രയിക്കില്ല. അത് അനേക വിശുദ്ധരറിഞ്ഞ ഒരു വലിയ രഹസ്യമാണ്. നമ്മളിത് അറിയണം. പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തട്ടെ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. ആ പരിശുദ്ധാത്മ ശക്തിയെക്കുറിച്ചാണ്. അറിവിനെ അതിശയിക്കുന്ന അറിവിനെ, ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവ്, ഈ ലോകത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലേ. ലോകത്തെ സ്നേഹിക്കേണ്ടത് നമ്മൾ ദൈവം സൃഷ്ടിച്ചാണ്. പക്ഷെ ദൈവം കാണുന്നത് പോലെ ലോകത്തെ, പക്ഷെ ഒന്നാമത്തെ സ്നേഹം നമുക്ക് ദൈവത്തോടായിരിക്കണം. ഈ ലോകത്തെ ഇതിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുതെന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു 1 യോഹന്നാൻ 2. കാരണം ഇതെല്ലാം തിന്മയുടെ കീഴിലാണ്. എന്നാൽ ക്രിസ്തുവാണ് ലോകത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട്. ലോകത്തിൻ്റെതായ സാത്താൻ വന്ന് യേശുവിനെ പരീക്ഷ ഈ കാണുന്നതെല്ലാം, ഈ ലോകത്തിന്റെ സകല പ്രതാപവും പ്രൗഢിയും ആഡംബരങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് സാത്താൻ പറഞ്ഞ യേശുവിനോട്, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, നീ എന്നെ കുമ്പിട്ട് ആരാധിക്കാമെങ്കിൽ. യേശുവിനറിയാം ആത്മീയ ജ്ഞാനം ഉള്ളത് കൊണ്ട് ഇതൊന്നുമല്ല, എൻ്റെ പിതാവിൻ്റെ സ്നേഹമാണ്. എൻ്റെ പിതാവിൻ്റെ സ്നേഹം സ്വർഗത്തിലെ മാലാഖമാര് ആർത്തുപാടി ആനന്ദിക്കുന്ന യേശയ്യ 6 കാണുന്നുണ്ടല്ലോ. എന്താ അവർ പറയുന്നത്? ഈ മാലാഖമാർ യേശയ്യ 6 വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നമ്മൾ ഇടയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. സ്തുതിപ്പിന്റെ പ്രാർത്ഥന. അതെന്താ അത്? നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം. അവർ കേൾക്കുന്ന പറഞ്ഞു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവൻ നല്ലവനാണേ, അവൻ എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല, അവൻ നല്ലവനാണേ, അവൻ പരിശുദ്ധനാണ്, അവൻ പരിശുദ്ധനാണ് എന്ന് ഞാൻ വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കുന്ന അനേകരുടെ ഉള്ളിൽ യേശുവിന്റെ സ്നേഹം നിറയണം. അവരും വിളിച്ചു പറയാണ് അവൻ നല്ലവനാണ്. അവരുടെ അടുത്തുള്ളവരും കേൾക്കുകയാണ്. അങ്ങനെ ഈ ലോകം മുഴുവനും ദൈവ സ്നേഹം കൊണ്ട് നിറയണം. സ്വർഗം എന്ന് പറയുന്നത് അതാണെന്നാണ് യേശയ്യ പറഞ്ഞ 6-ാമത്തെ അധ്യായത്തിൽ. അവർ വേറൊന്നും ചെയ്യുന്നില്ല. അവര് 2 ചിറക് 6 ചിറകുള്ള മാലാഖമാര് 2 ചിറകുകൾ കൊണ്ട് പാദം മറച്ച്, 2 ചിറകുകൾ കൊണ്ട് മുഖം മറച്ച്, 2 ചിറകുകൾ ഇങ്ങനെ പറന്നുകൊണ്ട് എന്താ അവർ പരസ്പരം പറയാണ്, അവൻ പരിശുദ്ധനാണ്, അവൻ പരിശുദ്ധനാണ്, അവൻ പരിശുദ്ധനാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അതിന്റെ ശബ്ദമുഖരിതത്താൽ ഭൂമുഖത്തിന്റെ അടിത്തറ വരെ ഇളകിയെന്നവർ എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധിയുടെ മഹത്വം ചുമ്മാ പറയല്ല. ആ ദൈവത്തിന്റെ മഹത്വം, അവിടുത്തെ പരിശുദ്ധി കണ്ടുമ്പോൾ അവർക്കത് അടക്കി വെക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഉള്ളിൽ നിറയുന്ന തീജ്വാലയില്ലേ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവൻ പരിശുദ്ധനാണ്, അവൻ നല്ലവനാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ദൈവ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം
നമ്മൾ പലപ്പോഴും പറഞ്ഞാണല്ലോ, അപ്പാ എന്ന് ഹൃദയം തോന്നുന്ന കുഞ്ഞ് വിളിച്ച് കൈ ഉയർത്തി നിൽക്കുമ്പോൾ അപ്പൻ ആ കുഞ്ഞിനെ കോരിയെടുത്ത് ഉമ്മ വയ്ക്കുമ്പോൾ ആ കുഞ്ഞിൽ നിറയുന്ന ഒരു സ്നേഹമുണ്ട്. ആ കുഞ്ഞിന്റെ ആനന്ദമുണ്ട്. നമ്മൾ സ്വർഗത്തിലെ പിതാവ് നല്ലവനാണ്, പരിശുദ്ധനാണ്, യേശു കർത്താവ് നല്ല എനിക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി തീർന്നതാണെന്ന് പറയുമ്പോൾ ദൈവ സ്നേഹമായ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുകയാണ്. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം, എവിടെ ദൈവം പരിശുദ്ധനാണെന്ന്, ദൈവം നല്ലവനാണെന്ന് പറയുന്നു, അവിടേക്കാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. സങ്കീർത്തനം 22 നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേലിന്റെ പരിശുദ്ധൻ അവരുടെ സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനാണ്. ഇസ്രായേലിന്റെ ദൈവം അവരുടെ സ്തുതിയുടെ എന്ന് പറയുമ്പോൾ ദൈവം നല്ലവനാണ്, എനിക്ക് ദൈവം പരിശുദ്ധനാണെന്ന് ഹൃദയത്തിൽ ഏറ്റു പറയുമ്പോൾ അവിടേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. അപ്പോൾ സ്തുതിയുടെ ഒരു ജീവിതമുള്ള ഹൃദയത്തിൽ ദൈവം വസിക്കുകയാണ്. ഈ ഭൂമിയിൽ നമ്മൾ സകല ദുരന്തങ്ങളും ദുരിതങ്ങളും പാപങ്ങളും മറ്റുള്ള മനുഷ്യന്റെ വെറുപ്പും വിദ്വേഷവും ഒക്കെ കാണുമ്പോൾ നമ്മൾ ദൈവത്തെ പോലും തള്ളിപ്പറയും. അനേകരോടൊന്ന് സ്തുതിക്കാൻ, നമ്മൾ കുറ്റം പറയല്ല കേട്ടോ, അനേകരോട് സ്തുതിക്കാൻ പറഞ്ഞാൽ അവരുടെ നാവ് അനങ്ങത്തില്ല, ചുണ്ട് തുറക്കത്തില്ല. അതിനെന്താ? നല്ലവനാണ് ദൈവം എന്ന് അവർക്ക് ഉള്ളിൽ തോന്നിയിട്ടില്ല. സാത്താൻ, ഈ ലോകത്തിന്റെ ദേവൻ, അവരുടെ മനസ്സുകളെ എന്ന് പറഞ്ഞാൽ സാത്താൻ മനുഷ്യ ഹൃദയങ്ങളെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് ദൈവമാണ് നിനക്കിത് വരുത്തിയത് നുണ പറഞ്ഞുകൊണ്ട് യേശു പറഞ്ഞു, അവനാണ് നുണയനാണ്, നുണയുടെ പിതാവാണ്. നമ്മൾ ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു. നമുക്ക് ഈ ഭൂമിയിൽ ജീവൻ നമ്മളറിയാതെ പലപ്പോഴും ദൈവത്തെ അറിയാതെ പോയ നമ്മളോ നമ്മുടെ കുടുംബാംഗങ്ങളോ ഒക്കെ തലമുറയിലൂടെ ഒക്കെ വന്നതൊക്കെ ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. തലമുറകളിലൂടെയുള്ള പാപബന്ധനങ്ങൾ, ദുശീലങ്ങൾ, തഴക്കദോഷങ്ങളൊക്കെ, അടിമത്തങ്ങളൊക്കെ നമ്മൾ അതിലിട്ട് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ ദൈവമാണ് എനിക്കിത് വരുത്തിയെന്ന് പറയുമ്പോൾ, അങ്ങനെ ഉള്ളിൽ ദൈവം എനിക്ക് നല്ലത് അല്ല ദൈവം എനിക്ക് ദോഷമാണ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ സ്തുതിക്കാൻ പറ്റില്ല. എൻ്റെ ദൈവം എന്തിനാണ് എന്നോട് ഇത് ചെയ്തത്? അല്ലേ? ഒരിക്കലും ദൈവം ദോഷമായിട്ടൊന്നും എൻ്റെ ദാതൻ ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ ഏറ്റവും വലിയ പാപിയാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഫലമായ ഒരു തലവേദന പോലും വരുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നില്ല. നാം പാപികളായിരിക്കെ നമ്മെ സ്നേഹിച്ചു. നമ്മുടെ പാപത്തിന് ഫലമായി നമ്മൾ തകർന്നു പോകാതിരിക്കാൻ, നമ്മൾ രോഗികളാകാതിരിക്കാൻ, നമ്മുടെ നിത്യനാശത്തിലേക്ക് പോകാതിരിക്കാൻ അവൻ തന്നെ നമ്മുടെ പാപങ്ങളെയും പാപത്തിന്റെ ശിക്ഷയും അവൻ ഏറ്റെടുത്ത് കുരിശിൽ, അവന്റെ ശരീരം ആ കുരിശിലേക്ക് നോക്കുക. അത് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ഫലമായി നമ്മോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് ക്രൂശിത രൂപം. നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല, ഇങ്ങനെ പോവുക. നമ്മൾ ആ സ്നേഹം അറിയുകയാണെങ്കിൽ പിന്നെ നമുക്ക് അടക്കി വെക്കാൻ പറ്റില്ല, നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ള എപ്പോഴും അവൻ നല്ലവനാണെന്ന് അത് മറ്റുള്ളവരോട് പറയാൻ, ഇതാണ് തിരുസഭ. ഇതാണ് ഈശോ പറഞ്ഞു, ലോകമെങ്ങും പോയി സകല ജാതികളോട് പറയാ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത് നമ്മൾ പറയാൻ പഠിക്കണം. അവിടെയാണ് സഭ വളരുക, അവിടെയാണ് നമ്മുടെ കുടുംബത്തിലെ ദൈവാനുഭവം ഉണ്ടാകുക. നമുക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെടാൻ, എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം മക്കളോടൊക്കെ, അല്ല ജീവിത പങ്കാളിയോട്. അതിനുപോലെ ദൈവം, അവർക്ക് കുറവുകളുണ്ട്, അവരങ്ങനെ ആയത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, അവരങ്ങനെ. എന്നാലും ദൈവം അവരെ സ്നേഹിക്കുന്നു. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ജീവിത പങ്കാളിയെ ദൈവം സ്നേഹിക്കുന്നു. നമുക്ക് അവരിൽ കുറവുകൾ കണ്ടേക്കാൻ പലതും, പക്ഷെ ദൈവത്തിന് അങ്ങനെയാണ് അവരെ ഇഷ്ടം. നമ്മുടെ മക്കളിൽ കുറവുണ്ടായേക്കാം, പക്ഷെ ദൈവം എന്നാലും അവരെ സ്നേഹിക്കുന്നു. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ, ആ ദൈവ സ്നേഹത്തിലേക്ക് നമ്മൾ ആ വേരുവാകണം, നമ്മൾ അതിൽ അടിയുറച്ച് നിൽക്കണം. ആയിരിക്കുന്ന അവസ്ഥയില്, അല്ലെ, പൗലോസും സീലാസും കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ ബന്ധിച്ച് കൈയും കാലും ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ അത് ദൈവം നല്ലവനാണ് എന്ന് പറയുമ്പോൾ അവിടേക്കാണ് ഇസ്രായേലിന്റെ ദൈവം സ്തുതിയുടെ സിംഹാസനം ഒരുക്കിയത്. കാരാഗ്രഹത്തിന്റെ അടിത്തട്ടിൽ കയ്യിൽ കാലിലും ആമത്തിൽ ബന്ധിക്കപ്പെട്ട് തറയിൽ കിടക്കുമ്പോൾ ആ ദൈവം നല്ലവനാണെന്ന് പറയുന്ന അപ്പോസ്തലപ്രവൃത്തി 16 ഇസ്രായേലിന്റെ ദൈവം വചനം നിറവേറി. സങ്കീർത്തനം 22:3 അവിടെ നിറവേറി. ദൈവം അവിടേക്ക്, ആര് ദൈവത്തെ സ്തുതിക്കുന്നു, ആര് ദൈവം എനിക്ക് നല്ലവനാണെന്ന് ഏറ്റുപറയുന്നു, അവിടേക്ക് ദൈവം എപ്പോഴും ഇറങ്ങി വരിക. 3 യുവാക്കള്, ദാനിയേലിന്റെ പുസ്തകം, ദാനിയേലിന്റെ കൂട്ടുകാരൻ 3 യുവാക്കളെ നെബൂഖദ്നേസർ രാജാവ് തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞു.
അവിടെ നമ്മൾ ദാനിയേൽ 3 വായിക്കുകയാണെങ്കിൽ അവർ ഒരിക്കലും ദൈവത്തെ കുറ്റം പറയുന്നില്ല. അവരെന്താ പറഞ്ഞത്? ഞങ്ങളിങ്ങനെ വരാൻ, ഇത് ഞങ്ങളുടെ തന്നെ, ഞങ്ങളുടെ പിതാക്കന്മാരുടെയും പാപം മൂലമാണ് ഞങ്ങൾക്ക് ഇത് വന്നത്. ദൈവമേ, നീ നല്ലവനാണ്. ഞങ്ങളെ ഈ തീയിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവം ശക്തനാണ്. ഇനി ദൈവം ഞങ്ങളെ രക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ഞങ്ങളുടെ ദൈവത്തെ അല്ലാതെ മറ്റാരെയും ഞങ്ങള് സ്നേഹിക്കില്ല, ആരാധിക്കില്ല. ഒരു സ്തുതി അവർക്ക് അവിടെ തീച്ചൂടയുടെ നടുവിലേക്ക് എറിയപ്പെട്ടപ്പോഴും അവർ ദൈവം പരിശുദ്ധൻ, ഞങ്ങളുടെ ദൈവം നല്ലവൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ തീജ്വാലയുടെ നടുവിലേക്ക് 4മതൊരാൾ ഇറങ്ങി വന്നു. അവനെ കണ്ടാൽ രാജകുമാരനെ പോലെ ഇരിക്കുന്നു എന്നാണ് നെബൂഖദ്നേസർ രാജാവ് പിടഞ്ഞെഴുന്നേറ്റ് പറയുന്നത്. ഇതെന്താ ഇത്? 3 പേരെയല്ലേ തീയിലേക്കിട്ട് 4മതൊരാൾ അവിടെ നിൽക്കുന്നു. അവനെ കണ്ടാൽ രാജകുമാരനെ പോലെ ഇരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു തന്നെ അവിടേക്ക് ഇറങ്ങി വന്ന് ഇസ്രായേലിന്റെ ദൈവം, സ്തുതിയുടെ സിംഹാസനം. എവിടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു അവിടേക്ക് ദൈവം ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ അറിയണം പറയുന്നവരെ, ദൈവ സ്നേഹത്തിൽ നമ്മൾ വളരണമെന്നാണ് പൗലോസിനോട് പറയുക, നല്ലത് പറയുക. അതായത് മാലാഖമാരെ പരസ്പരം എന്താ പറഞ്ഞത്? അവൻ പരിശുദ്ധൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. നമുക്കൊന്ന് പരിശീലിക്കാൻ പറ്റുമോ? നമ്മളുടെ കുടുംബത്തിലെ, നമ്മുടെ അല്ലെങ്കിൽ സഭയിലൊക്കെ നല്ലവനാണ് ദൈവം. ആരെല്ലാം എന്തെല്ലാം ചെയ്താലും തിരുസഭ ഒരിക്കലും തകരുകയില്ല. തിരുസഭ യേശുവാണ് സ്ഥാപിച്ചത്, അത് നിലനിൽക്കും എന്ന് നല്ലവനാണ്. ഈ ലോകത്തിൽ ആർക്കും ഒരു നരകത്തിന്റെ ശക്തി ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. ദൈവം അതിനെ പരിപാലിക്കുന്നു. ദൈവം നല്ലവനാണ്, ശക്തനാണ്, ബലവാനാണ് എന്ന് നമ്മൾ പരസ്പരം ഒന്ന് പറഞ്ഞു നോക്കി. അവിടേക്ക് ദൈവം ഇറങ്ങി വരും. ഇത് നമുക്കെല്ലാം നെഗറ്റീവാണ്. നമ്മളെക്കുറിച്ചും പരസ്പരവും മറ്റുള്ളവരെ കുറിച്ചും എല്ലാം നെഗറ്റീവ് പറഞ്ഞു നടക്കണം. ഒന്നും ശരിയാകാൻ പോകുന്നില്ല, എല്ലാം തകരാൻ പോവാണ്, തിരുസഭ പൊളിയാൻ പോവുകയാണ്, അല്ലെങ്കിൽ മാർപ്പാപ്പ ശരിയല്ല, മെത്രാന്മാർ ശരിയല്ല, വൈദികർ ശരിയല്ല എന്ന് പറഞ്ഞു നടക്കുമ്പോൾ അതിനുപകരം ദൈവം പരിപാലിക്കുന്ന എല്ലാം നല്ലതാണ്. ഇത് തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കി. അവിടേക്ക് ദൈവം ഇറങ്ങി വരും. സ്തുതിയുടെ സിംഹാസനം, ദൈവയുടെ സ്തുതിയുണ്ട്, അവിടേക്കാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്നതാണ്, അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ഉപരിയാണ് ദൈവത്തിന്റെ സ്നേഹം. അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, ഈ ദൈവ സ്നേഹം ഒരു ശക്തിയാണ്. ഈ ദൈവശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഏത് പാപിയെയും, പാപം ചെയ്ത ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പാപിയായി നടന്ന അഗസ്റ്റിനെ ദൈവസ്നേഹത്തിലേക്ക്, ആ ദൈവസ്നേഹമാണ് ആനയിച്ചത്. ദൈവത്തിന്റെ സ്നേഹമാണ് പാപിയായ അഗസ്റ്റിനെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചത്, വിശുദ്ധ അഗസ്തീനോസായി മാറിയത്. ഏത് പാപിയെയും തന്നിലേക്ക് ആകർഷിക്കുന്ന, പാപിയെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ് ഈശോ. ഈശോ തന്നെ പറഞ്ഞു, ഞാൻ വന്നത് പാപികളെ തേടിയാണ്, നീതിമാന്മാരെ തേടിയല്ല എന്ന്. നമ്മളത് അറിയണം പറഞ്ഞൂടെ. നമ്മളെല്ലാം പാപികളാണ്. അപ്പം നമ്മളെ ഈശോ സ്നേഹിക്കുന്നു. നമ്മൾ ചിന്തിക്കണം, ആ ധ്യാനം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. നമ്മൾ നന്ദി പറയണം. സാത്താൻ പല കുഴപ്പമുണ്ടാക്കിയിട്ട് നമ്മളെ ദൈവത്തിനെതിരായി ചിന്തിക്കാൻ ഏതെങ്കിലും ഒരു കാരണമാകട്ടെ. അതങ്ങനെ അല്ല. എൻ്റെ ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല, ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയണം. അതിനങ്ങോട്ട് പറയണം, പരസ്പരം പറയണം, അല്ലേ? എന്നിട്ട് ദാവീദ് പറഞ്ഞു, ഞാൻ വലിയ ദുരിതത്തിലായിരുന്നു, എങ്കിലും കർത്താവ് എനിക്ക് സഹായമായിരുന്നു. അല്ലേ? ഞാൻ വലിയ ദുരിതത്തിലായിരുന്നു. സങ്കീർത്തനം 138 തോന്നുന്നു. ഞാൻ വലിയ ദുരിതത്തിലായിരുന്നു, പക്ഷെ കർത്താവ് എനിക്ക് സഹായമായിരുന്നു. കർത്താവിനെ നമ്മളെപ്പോഴും പുകഴ്ത്തണം, നന്ദി പറയണം. കാരണം അവൻ നല്ലവനാണ്. അവിടുത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ട്. അത് സ്തുതിപ്പാണ്. മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ആഗോള സഭയിലെ സങ്കീർത്തനം അത് തന്നെയാണ് പറഞ്ഞത്. എന്താ? സങ്കീർത്തനം 33 നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. പണത്തിലല്ല, പ്രൗഢിയിലല്ല, ലോകമോഹങ്ങളിലല്ല, ഉള്ള പ്രശസ്തിയിലല്ല, കുടുംബ മഹിമയിലല്ല, കർത്താവിൽ. എൻ്റെ ദൈവം മാത്രമാണ് നല്ലവൻ, അവനാണ് എനിക്കെല്ലാം തന്നത്. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. വീണ്ടും പറയാണ് സങ്കീർത്തനം 33:21. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, എന്നാൽ അതിന്റെ ഭാഗമല്ല. എന്നാൽ പോലും നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു. എന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താ? ഈശോ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? റോമർ 14 പറയുന്നുണ്ടല്ലോ, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത്
റോമർ 14:17 ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നല്ല ഭക്ഷണം കിട്ടും, അതിൽ ആനന്ദിക്കാം. നമ്മൾ പാനീയങ്ങളുണ്ട് പല രീതിയിൽ, മദ്യമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാനീയം കൂടി സന്തോഷിക്കാം. ദൈവരാജ്യം എന്ന റോമർ 14:17 ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്നതാണ് ദൈവരാജ്യം. ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതം കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട്. ഈ ലോകത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ് മദ്യം കഴിച്ചോ, മയക്കുമരുന്ന് കഴിച്ചോ, ജഡീഭാവങ്ങളിൽ മുഴുകിയോ, അതൊന്നും ശാശ്വതം, എല്ലാം സാത്താൻ തൽക്കാലത്തേക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെ നിരാശയും ഡിപ്രഷനും, പിന്നെ മറ്റൊന്നിൽ ആശ്രയിക്കുക, മദ്യം കഴിക്കാതെ ഇല്ല മയക്കുമരുന്ന് എടുക്കാതെ പിന്നെ അവർക്ക് കാരണം എന്താ, പാപം ചെയ്യിച്ചു കഴിയുമ്പോൾ സാത്താൻ ഒരു കുഴപ്പമുണ്ടെന്നറിയോ, അവൻ നമ്മളെ കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോകും. കുറ്റബോധം കൊണ്ട് അവനെ പിടിച്ചു നിൽക്കാനായിട്ട് ഒന്ന് ഉറങ്ങണമെങ്കിൽ പിന്നെ കള്ളു കുടിക്കണം, ഉറങ്ങണമെങ്കിൽ മദ്യം അല്ലെങ്കിൽ ലഹരി എടുക്കാതെ ഉറങ്ങാൻ പറ്റില്ല. കാരണം എന്താ, ഈ സാത്താനുള്ളിൽ ഭയവും കുറ്റബോധവും ഇടും കൊണ്ടേ. എന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അവൻ നൽകുന്ന സമാധാനം, ആനന്ദം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് മറ്റൊന്നിനും ആശ്രയിക്കേണ്ടി വരികയില്ല. ഈശോ അതിനാണെന്ന് സുവിശേഷം പറഞ്ഞ ഇങ്ങനെയാണ്, ലൂക്ക 12:49 ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. ഈ തീ എന്ന് പറഞ്ഞാൽ എന്താ, ഈശോയുടെ തിരുഹൃദയത്തിൽ കത്തിജ്വലിക്കുന്ന തീ, സ്നേഹാഗ്നി ജ്വാല. പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ്, പരദീശയുടെ വാതിക്കൽ ഒരു തീയാണ്, കാരണം ദൈവസ്നേഹത്തിന്റെ തീയാണ്. സ്നേഹമുള്ളവർക്കേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ആദവും ഹവ്വായും തമ്മിൽ വഴക്കുണ്ടാക്കിയപ്പോൾ അവരെ പുറത്താക്കി ഏദൻ തോട്ടത്തിൽ നിന്ന്. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും പിന്നെ ഒരു സാത്താനുമേൽ പഴി പറഞ്ഞു, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ദൈവത്തെ കണ്ട് ഓടി ഒളിച്ചു, ദൈവത്തിൽ നിന്ന്. അപ്പൊ ദൈവസ്നേഹവും പരസ്നേഹവുമായിട്ട് മാത്രമേ തിരിച്ചു പരദീസയിലേക്ക് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഉൽപ്പത്തി 3 ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്, അവിടെ അങ്ങോട്ട് കയറുന്നിടത്ത് ഒരു വാതിൽ, അവിടെ ഒരു കറങ്ങുന്ന തീ കൊണ്ടുള്ള ഒരു വാളാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിലൂടെ കയറിയാലേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു. അതുകൊണ്ടാണ് മാമോദീസായിലൂടെ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. ആ പരിശുദ്ധാത്മാവ്, അഗ്നി എന്ന് പറയുന്നത് അത് സ്നേഹമാണ്, ദൈവസ്നേഹമാണ്. ആ അഗ്നി കൊണ്ട് മാത്രമേ പർദീസായുടെ വാതിലിലൂടെ, കാരണം എന്താ, അഗ്നിക്ക് മാത്രമേ അഗ്നിയിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. സ്നേഹത്തിന്റെ അഗ്നി. ഇതാണ് ഈശോ എന്ന് പറഞ്ഞത്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ആ യേശുവിൻ്റെ ഹൃദയത്തിൽ കത്തിജ്വലിക്കുന്ന സ്നേഹാഗ്നി ജ്വാല. വിശുദ്ധ അൽഫോൺസ പറഞ്ഞെന്താന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചതാണ്. ഈശോയെ, നിന്റെ ഹൃദയത്തിൽ കത്തിജ്വലിക്കുന്ന ആ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു തീപ്പൊരിയാകുന്നത് വരെ എന്നെ എളിമപ്പെടുത്തണമേ, ഒന്ന് സ്വയം ഇല്ലാതായി തീരാൻ. നിന്റെ ഹൃദയത്തിലെ ആ സ്നേഹത്തിന്റെ തീജ്വാലയുടെ ഒരു തീപ്പൊരിയെങ്കിലും ആകുന്നതിന് വേണ്ടി എനിക്ക് എളിമയെന്ന പുണ്യം തരണമേ. വേറൊന്നും വേണ്ട. ഇത് നമ്മൾ മനസ്സിലാക്കണം. ദൈവസ്നേഹത്തിൽ ജ്വലിച്ചുകൊണ്ടാണ് അൽഫോൺസ് അത് പറഞ്ഞത്. ഭൂമിയെ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. ഞാൻ പലപ്പോഴും പറയാണ്ട്, ഈ കാട്ടുതീയല്ലേ, അമേരിക്കയിലെ കാലിഫോർണിയയിലൊക്കെ കാട്ടുതീ എത്രയോ 10,000 ഏക്കറുകളാണ് ഇങ്ങനെ ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക് തീ കത്തുന്നത് പോലെ എന്നിൽ ഈ തീ ദൈവസ്നേഹത്തിന്റെ തീ ഒന്ന് ആളി കത്തിയിരുന്നെങ്കിൽ തീർച്ചയായും അടുത്ത് നിൽക്കുന്ന ആളിലേക്ക് അത് ആളി കത്തിപ്പടരും. ഇങ്ങനെ അടുത്തടുത്തടുത്ത് നിൽക്കുന്നവരിലേക്ക് കാട്ടുതീ പടരുന്നത് പോലെ ഈ ഭൂമിയിലെ ദൈവത്തിന്റെ സ്നേഹം ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഒന്ന് കൈമാറ്റപ്പെട്ടിരുന്നെങ്കിൽ, ഇതൊന്ന് കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. ഈശോ പറയാണ്, അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. എനിക്കൊരു അതിനുവേണ്ടി ഞാൻ സഹിക്കാൻ, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുമ്പോൾ ഞാൻ എത്ര ഞെരുങ്ങുന്നു. എന്നിട്ട് പറയാണ്, ഈ ഭൂമിയുടെ സമാധാനമല്ല, യേശു പറഞ്ഞു, ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണ് നൽകാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിൻ്റെ കാരണം ഇതാണ്, ദൈവസ്നേഹം ഉള്ളിടത്ത് സാത്താൻ ഒരിക്കലും നമ്മളെ അനുവദിക്കുന്നില്ല. കാരണം യേശുവിന്റെ സ്നേഹത്തെ അംഗീകരിക്കുന്നില്ല സാത്താൻ. ഈ ലോകം മുഴുവൻ അവന്റെ കയ്യിലാണ്. ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ, ദൈവസ്നേഹമല്ലാതെ സാത്താന്റെ സ്നേഹം ഉള്ളിലുള്ളവർ നമ്മളെ എതിർക്കും. കുറ്റം പറയല്ല, അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ക്രിസ്ത്യാനി അല്ലെ ദൈവത്തെ സ്നേഹിക്കുന്നവരെയൊക്കെ മറ്റൊരു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അവർ മനഃപൂർവ്വമല്ല, ദൈവസ്നേഹം ഇല്ലാത്തതാണ് ഭിന്നത. ഇത് യേശു പറയാണ്, അങ്ങേറ്റവും ഒരു കുടുംബത്തിലുണ്ടാകുമെന്നാണ് പറഞ്ഞത്. യേശുവിനെ സ്നേഹിക്കുന്നവരും യേശുവിനെ എതിർക്കുന്നവരും തമ്മിലുള്ള ഒരു ഭിന്നതയായിരിക്കും. അതാണ് ഈശോ പറഞ്ഞത്. ഇനിമേൽ
5 പേർ ഇനിമേലൊരു വീട്ടിലുണ്ടായിരിക്കും. 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും, അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും എതിരായും, അമ്മായിമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിമ്മയ്ക്കും എതിരായും ഭിന്നിക്കും. നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ അല്ലേ? ചില അമ്മായിമ്മമാരൊക്കെ ഉണ്ട്, എൻ്റെ മരുമകളൊന്നും ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ. മരുമക്കള് പെമ്മക്കള് അല്ലെ വീട്ടിലേക്ക് ചെന്നപ്പോൾ എൻ്റെ അമ്മായിമ്മ ഒന്ന് നന്നായിരുന്നെങ്കിൽ, അല്ലെ എൻ്റെ ഭർത്താവ്, എൻ്റെ അപ്പനോ എൻ്റെ അമ്മ എൻ്റെ സഹോദരങ്ങളൊന്നും യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ. അതിനുള്ളവരെ അവിടെ എന്നും അസ്വസ്ഥതയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിൻ്റെ പേരിൽ അതൊന്നും ഉണ്ടായിരിക്കുന്ന ഈശോ പറഞ്ഞത്. അപ്പോൾ ദൈവിക സമാധാനം സ്ഥാപിക്കാൻ യേശു വന്ന് അതിൻ്റെ പേരിൽ ഇന്ന് ഭിന്നത ഉണ്ടാകും എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ദിവ്യകാരുണ്യമേ ഇന്നും ഭൂമിയിൽ അവഹേളിക്കപ്പെടുക. ദിവസമൊക്കെ നമ്മൾ ചിന്തിച്ചല്ലേ, ബ്ലാക്ക് മാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യേശുവിനെ അധിക്ഷേപിക്കുന്ന. ഞാൻ പറയും, അത് വിവരമില്ലാത്തതാണ്. യേശുവിനെ അന്ന് ക്രൂശിച്ചതാണ് ഭൂമിയിൽ. അവനെ സാത്താനെ പരാജയപ്പെടുത്തിയതാണ്. ഇതൊക്കെ നമ്മൾ അതിനുവേണ്ടിയൊക്കെ എതിരായിട്ട് പ്രാർത്ഥിക്കണം. കാരണം എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഈശോ ഒറ്റ വാക്കാണ് മത്തായി 43 നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടി യേശുവിൻ്റെ അങ്ങനെ പറയും, യേശുവിൻ്റെ മഹത്വത്തിൽ ഒരു പൊടി പോലും കുറവ് വരാൻ പോകുന്നില്ല എത്ര ബ്ലാക്ക് മാസ് ലോകത്തിൽ നടന്നാലും. ഓർക്കണം, നമ്മളതുകൊണ്ട് അതിനെ പേടിക്കുകയല്ല, അത് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിട്ട് കണ്ടാൽ മതി. അവർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്. അതാണ് ഈശോ പറഞ്ഞു, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളെ ശപിക്കുന്നവരെ യേശുവിനെ ശപിക്കുകയാണ്. ഈ ബ്ലാക്ക് മാസിൽ എന്നൊക്കെ പറഞ്ഞാൽ യേശുവിനെ അങ്ങേറ്റം നിന്ദിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിൽ വിശുദ്ധ കുർബാനിലാണ് യേശു ഇന്നതിൻ്റെ ഒരു അടയാളമായി ലോകം അറിയാൻ വേണ്ടി ആ പിശാചിന്റെ തിന്മയെ ദൈവം നന്മയാക്കി മാറ്റുമെന്ന് ഞാൻ പറയും. യേശു ക്രിസ്തു കൂദാശിയായ വിശുദ്ധ കുർബാന ഇല്ല എന്ന് പറയുന്ന അനേകർ ചിന്തിക്കാൻ തുടങ്ങിയിട. ദൈവത്തിലുള്ള സാത്താനാൽ നയിക്കപ്പെടുന്നവര് ഇന്ന് ദൈവത്തെ പീഡിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയെ അവഹേളിച്ചുകൊണ്ടാണ്. ഓർത്ത് നോക്കണം, അനേകരുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ദൈവം അനുവദിച്ചതെന്ന് ഞാൻ പറയും. വിശുദ്ധ കുർബാന ഈശോ ഇല്ല എന്ന് പറയുന്ന അനേകർക്ക് ബോധ്യം കിട്ടാൻ വേണ്ടിയാണ് സാത്താൻ ഇന്ന് ലോകത്തില് ദൈവത്തെ നിന്ദിക്കുന്നത്. വിശുദ്ധ കുർബാനയെ അവഹേളിച്ചുകൊണ്ടാണെന്ന് പറയുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ചിന്തയിലേക്ക് അത് വരും. എല്ലാം അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സാത്താൻ അറിയാം ദൈവം യേശു പറഞ്ഞാൽ കല്ലുകൾ അപ്പമായി തീരുമെന്ന്. യേശു പറഞ്ഞാൽ മതി. വിശുദ്ധ കുർബാൻ അല്ലെങ്കിൽ അപ്പം എടുത്തുകൊണ്ട് ഇതെന്റെ ശരീരമാകുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ അത് അവന്റെ ആത്മീയ ശരീരമായി കൂദാശയായി മാറിയതാണ്. അത് സാത്താൻ അറിയാം. അതുകൊണ്ട് ഇന്ന് ഭൂമിയിൽ അവന്റെ ജീവിക്കുന്ന സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന. അത് പിശാചിനറിയാം. അതുകൊണ്ട് തന്നെയാണ് അവന്റെ അടിമകളായിട്ടുള്ളവരെ കൊണ്ട് വിശുദ്ധ കുർബാനയെ പീഡിപ്പിക്കാൻ. പക്ഷേ ഈ സാത്താനുണ്ടല്ലോ, വിവേകമില്ല. യേശു അവന്റെ എല്ലാ അധികാരവും യേശുവിന്റെ പാദങ്ങളുടെ കീഴിലാണ്. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഉപേക്ഷണ സംഖ്യ 112. അതുകൊണ്ട് ലോകത്തില് ഞാൻ പറയും ഒരു കാര്യം കൂടെ പറയാൻ നിർത്തുവാണ്. എന്നിട്ട് പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്ത്യാനികൾ, കത്തോലിക്കര് വിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ടെന്ന് ഏറ്റുപറഞ്ഞിട്ടുള്ളവരെ നമ്മളെന്ന അയോഗ്യതയോടെ, വിശുദ്ധിയില്ലാതെ, അവനോട് അനുദമിക്കാതെ വിശുദ്ധ കുർബാന നമ്മുടെ ഉള്ളിൽ പാപം വെച്ചുകൊണ്ട്, ശത്രുതയും വൈരാഗ്യവും വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചാവദോഷമുള്ള ഒറ്റവാക്കി പറയാൻ, ഉള്ളിൽ ചാവദോഷവുമായിട്ട് വൈരാഗ്യം വിദ്വേഷവും ഒക്കെ ആയിട്ട് നമ്മൾ പാപം അല്ലെ വിശുദ്ധ കുർബാന പോയി സ്വീകരിക്കുമ്പോൾ നമ്മളാണ് ബ്ലാക്ക് മാസ് ചെയ്യുന്നവരെ. നമ്മൾ വിശുദ്ധനായ യേശുവിനെ നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധിയുടെ സാത്താന്റെ പാപത്തിന്റെ കയ്യിലേക്ക് നമ്മൾ യേശുവിനെ യൂദാസ് ചെയ്തതുപോലെ നാവ് കൊണ്ട് നുണഞ്ഞുകൊണ്ട് ചുംബിച്ചുകൊണ്ട് യേശുവിനെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന സാത്താന്റെ കയ്യിലേക്ക് ഒറ്റിക്കൊടുക്കുകയാണ് നമ്മൾ. ഇതാണ് ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ. ബ്ലാക്ക് മാസിനേക്കാൾ അപകടമാണ്. അതുകൊണ്ടാണ് പൗലോസ് 1 കൊരിന്ത്യർ 11 പറഞ്ഞത്, നിങ്ങൾ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ അനുദപിക്കണം, മനസാന്തരപ്പെടണം. നിങ്ങൾ കുമ്പസാരിച്ചു വേണം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ പാപം ചെയ്യുന്നുവെന്ന്. ബ്ലാക്ക് മാസ് ചെയ്യുന്നവർക്ക് വിവരമില്ല, അവർക്ക് അറിയത്തില്ല. നമ്മൾ അറിയാവുന്നവരാണ്. ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ലോകമെമ്പാടും എല്ലാ സക്രാരികളിലും ബലിവേദികളും പ്രത്യേകിച്ച് ഏറ്റവും എവിടെയെല്ലാം വണക്കക്കുറവായിട്ട് അനാദരിക്കപ്പെടുന്ന ഇടങ്ങളിൽ തിരുസഭ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങിൽ ആനന്ദിക്കുന്നു.
പരിശുദ്ധ പരമാ ദീപകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.